മലേഷ്യയിൽ നിന്നും കൊച്ചിയിലേക്ക് വരികയായിരുന്ന വിമാനത്തിന്റെ എമർജൻസി ഡോർ ഒരു മലയാളി തുറക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും ഇതിന്റെ പിന്നിൽ? അതായത് ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. ഏതായാലും ഇപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വാർത്ത, അത്രയേറെ ഭീതിജനകമായൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് കോലാലംപൂരിൽ നിന്ന് നമ്മുടെ നെടുമ്പാശ്ശേരിയിലേക്ക് വരുന്ന വിമാനമായിരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ എമർജൻസി ഡോർ തുറക്കാൻ ശ്രമിച്ച മലയാളി ജംഷീർ എന്നാണ്. പാലക്കാട് സ്വദേശി ജംഷീർ അത്താണിക്കൽ എന്നാണ് ഇയാളുടെ പേര്. 36 വയസ്സാണ്. ഈ നെടുമ്പാശ്ശേരിയിലേക്ക് വന്നതാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ ഈ എമർജൻസി വിൻഡോ പെട്ടെന്ന് ഇരുന്ന ഇരിപ്പിൽ തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇതിനകത്ത്. പൊതുവെ അങ്ങനെ തുറക്കാൻ പറ്റുന്നല്ലോ, അത്യാവശ്യം നല്ല സ്ട്രോങ് സെക്യൂരിറ്റി ആണ്. ആയിട്ടുള്ളത്. തുറക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പറക്കുന്ന വിമാനത്തിന്റെ തുറക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാവും. കാരണം ഇതിന്റെ വായുമർദ്ദത്തിൽ വ്യതിയാനം ഉണ്ടാകും. തുറക്കുന്ന ആളടക്കം ആ വിമാനത്തിന്റെ ആ എമർജൻസി ഡോറിന്റെ ഭാഗത്തിരിക്കുന്ന ആൾക്കാർ മുഴുവൻ പുറത്തേക്ക് വലിച്ചെറിയപ്പെടും എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, അതിവേഗത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമാകാനും ഇത് കാരണമാകും. നിയന്ത്രണം നഷ്ടമായി കഴിഞ്ഞാൽ എങ്ങോട്ടും പോവാം. അതിൻ്റെ കൂട്ടമരണമാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളതാണ്. ഈ ജംഷീർ അത്താണിക്കൽ എന്ന് പറയുന്ന ആളിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയാണ് കോലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ഈ വിമാനം പറന്നത് എന്നുള്ളതാണ്. ഇതിന് മുൻപ് സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് മാത്രമല്ല, ഇയാൾ ഈ രാത്രി 9:30-നും 11-നും ഇടയിൽ വിമാനം പറക്കുന്നതിനിടെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളതെന്നാണ്. ഓടി 231 നമ്പർ വിമാനത്തിൻ്റെ സീറ്റ് നമ്പർ 12A ഇയാൾ യാത്ര ചെയ്തിരുന്നത്. പെട്ടെന്ന് വിമാനത്തിൻ്റെ എമർജൻസി എക്സിറ്റ് അതിവേഗത്തിൽ ബലമായിട്ട് തുറക്കാനായിരുന്നു ഇയാൾ ശ്രമിച്ചത്. പക്ഷേ എമർജൻസി വിൻഡോ പാനൽ അടിച്ച് തകർക്കുകയുമായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം നെടുമ്പാശ്ശേരി പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ്. ഇയാൾ ഈ ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തെ യാത്രക്കാർ തടയാൻ ശ്രമിക്കുന്ന ക്യാബിൻ ക്രൂവും മറ്റ് യാത്രക്കാരെ അടക്കം ഇയാളെ ഭീഷണിപ്പെടുത്തി, അവർക്കെതിരെ ആക്രോശിച്ചു, ആക്രമണത്തിന് മുതിർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇയാൾ വളരെ വയലൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് ഇയാൾ അടങ്ങിയില്ല. ഇയാളെ നാട്ടുകാർ, ഈ പറയുന്ന യാത്രക്കാരെല്ലാം കൂടെ ചേർന്ന്, ക്യാബിൻ ക്രൂവും ചേർന്ന് ബലമായിട്ട് പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാത്രി 11:10 ഇത് രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് എത്തുന്നത്, കൊച്ചിയിൽ നെടുമ്പാശ്ശേരിയിൽ എത്തുന്നത് എന്നുള്ളതാണ്. ഇതിനെ പറ്റിയിട്ട് ഇയാൾ ഈ ശ്രമം നടത്തിയതിനെതിരെ ഇതിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരാതി നൽകുകയായിരുന്നു പോലീസിൽ. ഇയാൾ എന്താണ് ശ്രമിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ട്, എന്തുകൊണ്ടാണ് ഇയാൾക്ക് പ്രകോപനം എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ആർക്കും അറിയില്ല. കാരണം കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും ഇയാളുടെ അടുത്ത് ഒരു പ്രകോപനം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അഥവാ പ്രകോപനം ഉണ്ടായാലും ആരെങ്കിലും എമർജൻസി ഡോർ തുറക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു സംശയകരമായിട്ടുള്ള കാര്യമാണ്. എമർജൻസി ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇത് ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ചെന്ന് ഏതെങ്കിലും ഒരു മേഖലയിൽ പതിക്കാം. വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ ജനവാസ മേഖലയിൽ ചെന്ന് പതിക്കുകയാണെങ്കിൽ നൂറുകണക്കിന് ആൾക്കാർ മരിക്കും, യാത്രക്കാർ മരിക്കും. അതുകൂടാതെ വിമാനം പൊട്ടിത്തെറിക്കും, നൂറുകണക്കിന് ആൾക്കാർ ഇവിടെ ഉള്ളവർ മരിക്കാം. ഇത് വല്ല റിഫൈനറിയുടെയോ വല്ല ഫാക്ടറിയുടെയോ ഒക്കെ മുകളിലാണ് വീഴുന്നതെങ്കിൽ അതിമാരകമായ ദുരന്തം ഉണ്ടാകാം. ഇതൊരു ആത്മഹത്യ ശ്രമമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? കാരണം അയാള് എടുത്ത് ചാടാനാണോ ഉദ്ദേശിച്ചത്, അതോ ഈ ഡോറ് തുറക്കുക അല്ലെങ്കിൽ അതുമൂലം ഒരു വലിയ അപകടം സൃഷ്ടിക്കുക? നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ വീട്ടിലെ ഫാനിൽ കെട്ടി തൂങ്ങിയാൽ മതി. ഇല്ലെങ്കിൽ 10 രൂപയ്ക്ക് എലിവിഷം വാങ്ങിച്ച് കഴിച്ചാൽ ആത്മഹത്യ ചെയ്യാമല്ലോ. പക്ഷേ ഇപ്പം എനിക്ക് ആത്മഹത്യ ചെയ്യണം, ഞാനൊരു 100 കിലോ RDX എൻ്റെ ദേഹത്ത് കെട്ടി വെച്ചിട്ട് ഒരിടത്ത് പോയിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ മറ്റേ ബ്രോഡ്വേയിലോ എങ്ങനെ വെച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യണം, എനിക്ക് മറ്റുള്ളവർ കൊല്ലാനുള്ള ഉദ്ദേശം, മറ്റുള്ളവർ ഉപദ്രവിക്കാൻ യാതൊരു താല്പര്യമില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, എൻ്റെ 100 കിലോ RDX ഉണ്ട്, ഞാൻ അതും നേരെ കെട്ടി വെച്ചിട്ട് ബ്രോഡ്വേയിൽ ചെന്ന് ഞാൻ മരിക്കുന്നു, മറ്റുള്ളവരെ കൊല്ലുന്നില്ല, മറ്റുള്ളവർ ഉപദ്രവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, ഞാൻ സ്വയം പൊട്ടിത്തെറിച്ച് മരിക്കുകയാണ് എന്ന് പറയുന്നത് പോലെയുള്ളൂ ഇത്. അയാൾ ആത്മഹത്യ ചെയ്യാനാണ് ഉദ്ദേശിച്ചതെന്നിരിക്കട്ടെ, എങ്കിലും അയാൾ മറ്റുള്ളൊരു നിരുപദ്രവകരമായിട്ട് ഒരു പ്ലെയിൻ തകർത്തങ്ങ് ആത്മഹത്യ ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ ഉദ്ദേശം. നമുക്കൊന്നും പറയാനില്ലല്ലോ ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട്. ഫാനിൽ കെട്ടി തൂങ്ങാം, വിഷം കഴിക്കാം, ട്രെയിനിൻ്റെ മുമ്പ് ചാടാം, ട്രെയിനിൽ നിന്ന് കഴുകി വൃത്തിയാക്കിയാൽ പോരെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് മാർഗ്ഗങ്ങൾ നിലവിലിരിക്കവേ അതൊന്നും പോരാ. എനിക്ക് അത് പറക്കുന്ന പ്ലെയിനിൻ്റെ എമർജൻസി വിൻഡോ തുറന്ന് പുറത്തേക്ക് ചാടി ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരാഗ്രഹമാണ് കേട്ടോ, വല്ലാത്തൊരു ആത്മഹത്യാ ശ്രമമാണത്. ശരി, ഏതായാലും ശരി തന്നെ. ഇതുപോലെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച വേറൊരാളുടെ കൂടെ കാര്യം പറഞ്ഞിരുന്നില്ല, ആദ്യം അത് ചോദിച്ച സ്ഥിതിക്ക് പറഞ്ഞുതരാം. അതായത് ഇതിന് മുൻപൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ബംഗളൂരുവിൽ നിന്ന് വാരാണസിയിലേക്ക് പോയ ഇൻഡിഗോ വിമാനത്തിൽ ഒരു യാത്രക്കാരൻ
എമർജൻസി ഡോർ തുറക്കാൻ ശ്രമിച്ചത് വലിയ പ്രശ്നമായിരുന്നു. ഇയാളുടെ പേര് എന്ന് പറയുന്നത് മുഹമ്മദ് അദ്നാൻ എന്നായിരുന്നു. ഇയാളാണ് ഡോർ തുറക്കാൻ ശ്രമിച്ചത്. അന്നും ഇതുപോലെ യാത്രക്കാരെല്ലാം കൂടെ പിടിച്ചു വെച്ചു. അതുകൊണ്ട് വാരാണസിയിലേക്ക് അത് ലാൻഡ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പാണ്, ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ആത്മഹത്യ ചെയ്യുമോ ആരെങ്കിലും? ഇതിങ്ങനെ ഇപ്പോൾ കോലാലംപൂരിൽ നിന്ന് ഇന്ത്യയിലേക്ക് പറക്കുകയാണെങ്കിൽ ബംഗാൾ ഉൾക്കടലിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് തുറക്കാൻ പറ്റി. ഒരു അതിലൂടെ ഒരു ലോജിക്ക് വെച്ചിട്ട് ഞാൻ മറുപടി പറയാണ്. തുറന്നു, അയാളെടുത്ത് ചാടുന്നു, നാട്ടുകാരിത് പിടിച്ച് അടയ്ക്കുന്നു. അങ്ങനെ നടക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. അയാൾ ആത്മഹത്യ ചെയ്യാണെങ്കിൽ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യായിരുന്നല്ലോ. അതൊന്നും പോരാ. ലാൻഡിങ്ങിന്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ ലാൻഡ് ചെയ്തിട്ട് സുഖമായിട്ട് പോയി ആത്മഹത്യ ചെയ്യാം, ലാൻഡ് ചെയ്തിട്ട് ആത്മഹത്യ ചെയ്യായിരുന്നു. പക്ഷേ അതൊന്നും ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇത് തുറന്ന് ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എത്രയേ ഉള്ളൂ, ഇത് തുറക്കാൻ നേരത്തെ വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടും, ഇതിൽ നിന്ന് കുറേ ആൾക്കാർ പുറത്തേക്ക് തെറിച്ചു പോയി മരിക്കും, ഇത് മറ്റെവിടെയെങ്കിലും ചെന്ന് വീണ് പൊട്ടിത്തെറിച്ച് കുറേ ആൾക്കാർ അങ്ങനെയും മരിക്കും. അപ്പോൾ ഇതിലൊക്കെ എന്ത് ആത്മഹത്യാ ബോധമാണ് ഇങ്ങനെ നയിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല. ഏതായാലും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഇയാൾ ഇത് തുറക്കാൻ ശ്രമിക്കുന്നതിനെ യാത്രക്കാർ ഒപ്പമുള്ളവർ തടഞ്ഞു. ഈ ജംഷീർ എന്ന് പറയുന്ന ആളാണ് ഇത് തുറക്കാൻ ശ്രമിച്ചത്. ഇതേപോലെ സമാന സംഭവം ഉണ്ടായിട്ടുള്ളതാണ് ബംഗളൂരുവിൽ നിന്ന് വാരാണസിയിലേക്ക് പോയ ഒരു വിമാനം, ഇൻഡിഗോ വിമാനത്തിൻ്റെ ഡോറ് മുഹമ്മദ് അദ്നാൻ തുറക്കാൻ ശ്രമിക്കുന്ന സംഭവം ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ എന്തോ ഒരു മാനസിക വൈകൃതത്തിൻ്റെ പ്രശ്നമാണെന്ന് കൂടി തോന്നുന്നുണ്ട്. കുറേ ആൾക്കാരെ കൊന്നുകൊണ്ട് താനും മരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നേടാൻ കഴിയുന്നു എന്ന് പറയുന്നത് ചിലരുടെയൊക്കെ ഒരു മനോനിലയുടെ പ്രശ്നമാണ്. അത് എന്തെങ്കിലും പുസ്തകം വായിച്ചതിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. അങ്ങനെ ആണെങ്കിൽ തന്നെയും അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് ഇയാളെയൊക്കെ ഇനിയിപ്പോ ഇങ്ങനൊരു കാര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മിക്കവാറും വരും, ഉടനെ വരും ഇയാൾക്ക് മാനസിക അസ്വസ്ഥമായിരുന്നു എന്ന് പറഞ്ഞിട്ട് വാർത്ത ഇവർക്ക് വരും. ഈ എയർലൈൻസ് ഒന്നും കൊണ്ടുപോകത്തില്ലല്ലോ ഇനി ഇങ്ങനെ ഒരു വിഷയമുള്ള ഇല്ല, ഒരാളെ. സ്ഥിരമായിട്ട് ബാൻ ചെയ്യണം. ആ. കാരണം പ്രശ്നമല്ലേ, കാണ്ഡഹാറിലേക്ക് വിമാന രാജിക്കോട്ട് വരുന്നുണ്ട്, പണ്ട് ഓർമ്മയില്ലേ? അതും ഇതുപോലെ കുറേ ആത്മഹത്യാ വാഞ്ചയുള്ള ആൾക്കാരായിരുന്നു. പിന്നെ അവർ അവസാനം ഇന്ത്യ ഗവൺമെൻറ് കുറേ ക്രിമിനൽസിനെയൊക്കെ വിട്ടതോടുകൂടി, ക്രിമിനൽസ് അല്ല ഭീകരന്മാരെ വിട്ടതോടുകൂടി അവരുടെ മാനസിക അസ്വാസ്ഥ്യത്തിന് കുറച്ച് കുറവ് വന്നു. പിന്നെ അവരെ ബാൻ ചെയ്തു ഇതുപോലെ വിമാനയാത്രയിൽ എന്നാണ് കേട്ടിട്ടുള്ളത്. ഇപ്പോഴും ആ ഭീകരന്മാർക്കാർക്കും വിമാനയാത്ര ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ബാൻ ചെയ്തു, പക്ഷെ ബാൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ? ഈ ഭീകരന്മാർക്ക് എന്താണ് ഒരാള് പോവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാള് പോവും. കാരണം ഇത് ഭീകരരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഒരാളോ രണ്ടുപേരോ ഒന്നും അല്ലല്ലോ. ഈ സ്ലീപ്പർ സെൽസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ. ഇനിയിപ്പോൾ ഈ ഷജീറിൻ്റെ കാര്യത്തിൽ നോക്കിക്കോളൂ, അധികം വൈകില്ല ഷജീറിന് മാനസിക അസ്വാസ്ഥ്യമാണ് എന്നുള്ള വാർത്ത വരും. മാനസിക അസ്വാസ്ഥ്യം കൊണ്ട് എമർജൻസി ഡോർ തുറക്കുക, മാനസിക അസ്വാസ്ഥ്യം കൊണ്ട് പല ആൾക്കാരും ഇതുപോലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തുക. ചിലർ മാനസികാസ്വാസ്ഥ്യം കൊണ്ട് ഈ പറയുന്ന കോയമ്പത്തൂരും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ചില ആൾക്കാർ, ബംഗളൂരുവിൽ ഇടയ്ക്ക് കുറച്ച് ആൾക്കാർ മാനസികാസ്വാസ്ഥ്യമായിട്ട് പിടിച്ചായിരുന്നല്ലോ. അവർക്ക് ഈ പറയുന്ന വെടിമരുന്ന് വെച്ച് ചില പ്രത്യേക ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നവരാണ്. അത് തന്നെ, അങ്ങനെ അവർ മാനസികാസ്വാസ്ഥ്യമാണ്, ഇപ്പം ഭീകരരല്ല. ഒരു ഭീകരരോ ഇല്ലെങ്കിൽ എന്തെങ്കിലും വിധ്വംസക പ്രവർത്തനം അതൊരു മാനസിക അസ്വസ്ഥത തന്നെയല്ലേ. കാരണം മറ്റുള്ളവരെ പെരുമ്പാവൂരും ഇടയ്ക്ക് കുറച്ച് ആൾക്കാരെ പിടിച്ചായിരുന്നു. ഏതാണ്ട് ഒരു വർഷം ആവുന്നു, കുറച്ച് ഭീകരന്മാരില്ല മാനസിക അസ്വാസ്ഥ്യമുള്ള ആൾക്കാരെ പിടിച്ചായിരുന്നു. ഈ പഹൽഗാമിൽ കുറേ മാനസിക അസ്വാസ്ഥ്യമുള്ള ആൾക്കാർ വന്ന് കുറേ പേരെ വെടിവെച്ച് കൊന്ന്, അതൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഭാരതത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ, മാനസിക അസ്വാസ്ഥ്യമുള്ള ആൾക്കാർ. പണ്ട് പാർലമെൻറ്റ് ആക്രമിച്ച കുറച്ച് മാനസിക അസ്വാസ്ഥ്യമുള്ള ആൾക്കാരുണ്ടായിരുന്നു. മുംബൈയിൽ ഇതുപോലെ താജ് ഹോട്ടലിൽ അതുപോലുള്ള സ്ഥലത്തൊക്കെ മാനസിക അസ്വാസ്ഥ്യമുള്ള ആൾക്കാർ വന്ന് അതിലൊരു മാനസിക അസ്വാസ്ഥ്യമുള്ള ആളിനെ അവസാനം പിടിച്ചിട്ട് നമ്മൾ തൂക്കിക്കൊന്നു. അജ്മൽ അബീർ കസബ് എന്ന് പറയും. മാനസിക അസ്വസ്ഥയുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതാണ് ഇതിനകത്തൊരു പ്രശ്നം. എന്തായാലും പറക്കുന്ന വിമാനത്തിൻ്റെ ഈ എമർജൻസി ഡോർ തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മഹത്യ ചെയ്യാനല്ല, മാനസിക അസ്വാസ്ഥ്യമല്ല, അതിലുള്ള ആ യാത്രക്കാരെ കൊലപ്പെടുത്തുക എന്നും ആ വിമാനം തകർക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. ഇവർക്കൊന്നും ഈ പറയുന്ന ഇത് സാധനം പെട്രോൾ 1 ലിറ്റർ പെട്രോളെങ്കിലും ഇതിൻ്റെ അകത്ത് കൊണ്ട് കയറാൻ പറ്റുമായിരുന്നെങ്കിൽ പലതും നടത്താമായിരുന്നു ഇവർക്കൊക്കെ. പക്ഷെ അത് കൊണ്ട് കയറാൻ പറ്റില്ല, ഒരു കത്തി കൊണ്ട് കയറാൻ പറ്റില്ല, ഒരു പൊട്ടാസ് പോലും കൊണ്ട് കയറാൻ പറ്റില്ല. അതിൻ്റെയൊക്കെ ദുഃഖമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും ഈ പല ഭീകരന്മാർക്ക്, ഈ മുഹമ്മദ് അദ്നാനെ പോലുള്ളവർക്കൊക്കെ പ്രേരണയാവുന്നതെന്നാണ് കണക്കാക്കുക. ഷജീറിൻ്റെ കാര്യം നമുക്ക് എന്താണെന്ന് അറിയില്ല. ഷജീറിൻ്റെ കാര്യം അന്വേഷിച്ച് വരട്ടെ. അയാൾ എന്ത് പ്രേരണയാലാണ് എമർജൻസി ഡോർ തുറക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് ഭാവിയിൽ അറിയാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. കേരള പോലീസ് ആയതുകൊണ്ട് അറിയാൻ പറ്റണമെന്നില്ല. NIA ഒക്കെ അന്വേഷിച്ചാൽ ഒരു പക്ഷേ അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇയാൾ ഈ പറയുന്ന മാനസികാസ്വാസ്ഥ്യമാണെന്നുള്ളതിൻ്റെ ക്യാപ്സ്യൂൾ ഉടനെ വരും. അത് നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ട് ഇന്ത്യ ലൈവ് നിങ്ങൾക്കൊപ്പമുണ്ട്. ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.